മെസ്സിക്ക് കപ്പില്ല എന്ന് പറഞ്ഞ ഓരോ ബ്രസീൽ ഫാൻസിനോടും ഓരോ സാമ്പാർ മുന്നണിക്കുള്ളതാണ് ഈ കപ്പ്. 2 തുടർച്ചയായിട്ടുള്ള കോപ്പ അമേരിക്ക, ഒരു വേൾഡ് കപ്പ്, ഒരു ഫൈനലിസിമ, ഇതൊക്കെ വേൾഡ് ചാമ്പ്യന്മാരെ പൊട്ടിച്ചിട്ടുള്ള കളികളാണ്. തുടർച്ചയായിട്ട് 28 മത്സരങ്ങൾ ജയിച്ചു വന്ന കൊളംബിയയെ അട്ടിമറിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പറയാവുന്ന പേരാണ് വാമോസ് അർജന്റീന എന്നുള്ളത്. ആകാംക്ഷയും ആഹ്ലാദവും നിറഞ്ഞ ഒരു സമയം. അതായത് ഈ മത്സരം ആവേശത്തോടെ കണ്ട അർജന്റീന ആരാധകർ ഇപ്പോൾ മലപ്പുറത്തുള്ള അർജന്റീന ആരാധകർ നമ്മളെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി കളിയാണ്. ഒരു ഫൈനലിന്റെ ഏറ്റവും നല്ല കളി നിന്നിട്ടുണ്ട്. കൊളംബിയ മോശം കളിയൊന്നും കളിച്ചിട്ടില്ല, നല്ല കളി കളിച്ചിട്ടുണ്ട്. അവർ റോഡ്രിഗസിന് ഞങ്ങൾ ഡിഫൻസിൽ തളച്ചുകൊണ്ട് മാത്രം ഇന്നത്തെ ജയണ്ടായിട്ടുള്ളത്. മെസ്സി ഫോമിലേക്ക് ഉയർന്നിട്ട് മെസ്സിക്ക് പരിക്കുണ്ട്, പൂർണ്ണമായി പരിക്ക്. ഇന്നത്തെ കാലിനായിട്ട് പരിക്ക്, നല്ല പരിക്കാണ്. സസ്പെൻസ് നല്ല ത്രില്ലറായിരുന്നു. മുഴുവൻ കാണികളെയും അടക്കി പിടിച്ച് ബ്രസീൽ അർജന്റീന വിരോധികളെ ഒരു കൊടക്കിയിൽ ഇന്നത്തെ കളിക്ക് നിലനിർത്താൻ വേണ്ടി ഫൈനലിൽ, അതായത് വേൾഡ് കപ്പ് ഫൈനൽ അതേ ആവേശം തന്നെ ഈ കോപ്പ അമേരിക്കയിൽ ഉണ്ടായിട്ടുണ്ട്. അടിപൊളി കളി ഇന്ന് കളിച്ചിട്ടുണ്ട്. ജയം ഇത് ഡിമരിയക്കുള്ള കപ്പാണ്. വി ലവ് അർജന്റീന. ഫിഫ വേൾഡ് കപ്പിന്റെ അതേ ഒരു പ്രതീതിയാണ് മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം. അവസാന നിമിഷം വാമോസ് മെസ്സിക്ക് കപ്പില്ല എന്ന് പറഞ്ഞ ഓരോ ബ്രസീൽ ഫാൻസിനോടും ഓരോ സാമ്പാർ മുന്നണിക്കുള്ളതാണ് ഈ കപ്പ്. 2 തുടർച്ചയായിട്ടുള്ള കോപ്പ അമേരിക്ക, ഒരു വേൾഡ് കപ്പ്, ഒരു ഫൈനലിസിമ, ഇതൊക്കെ വേൾഡ് ചാമ്പ്യന്മാരെ പൊട്ടിച്ചിട്ടുള്ള കളികളാണ്. തുടർച്ചയായിട്ട് 28 മത്സരങ്ങൾ ജയിച്ചു വന്ന കൊളംബിയയെ അട്ടിമറിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പറയാവുന്ന പേരാണ് വാമോസ് അർജന്റീന എന്നുള്ളത്. ലൗട്ടാരോ മാർട്ടിനസ് എന്ന ഗോളടി യന്ത്രം ഇന്ന് ഗോളടിച്ച് 5 ഗോളടിച്ച് ഈ കോപ്പ അമേരിക്കയിലെ ടോപ്പ് സ്കോർ ആയിരിക്കുന്നു സാക്ഷാൽ ഡിമറിയ ഇന്നത്തെ മാൻ ഓഫ് ദി മാച്ച് ആയിരിക്കും വാമോസ്. അതായത് ഒരു ഘട്ടത്തിൽ നമ്മുടെ നെഞ്ചിൽ തീ കോരിട്ടുകൊണ്ട് മെസ്സി കണ്ണീരോടെ മറങ്ങുന്ന ഒരു രംഗമുണ്ടായി. ഒരു സസ്പെൻസ് ത്രില്ലർ പോലെ അവസാന നിമിഷം വരെ സസ്പെൻസ് ആയിരുന്നു അല്ലേ? തീർച്ചയായും നമ്മൾ മെസ്സിയുടെ പരിക്കുകൾ കണ്ടല്ലോ. തുടക്കം മുതലേ ഫിസിക്കലായിരുന്നു ഗെയിം. അതിന്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫസ്റ്റ് ഹാഫിൽ കണ്ടിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ കളി മാറി. അർജന്റീന ശക്തമായ തിരിച്ചുവരവ് നടത്തി. എന്താണ് പറയാനുള്ളത്? വളരെ നിലവാരം കുറഞ്ഞ കളിയാണ്. തട്ടിമുട്ടി ജയിച്ചു പോയതാണ്. അതൊക്കെ ഉണ്ടാവും. പക്ഷെ ലോക ചാമ്പ്യന്മാരാണ് അവര്. ഈ നിലവാരം പോരാ. ഞങ്ങളെ സംബന്ധിച്ച് നിലവാരം ഇല്ലെങ്കിലും കപ്പ് ഞങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പൊ തുടർച്ചയായിട്ട് ഒരു 3-4 കപ്പ് ഞങ്ങളാണ് കൊണ്ടേക്കണേ. ഇതുവരെ തോറ്റിട്ടില്ല. അതായത് കഴിഞ്ഞ 64 കളിയിൽ 34 ക്ലീൻ ഷീറ്റ് ആണ്. കഴിഞ്ഞ വേൾഡ് കപ്പിന് ശേഷം 18 കളിയിൽ 15 ക്ലീൻ ഷീറ്റ് ആണ്. ഗോൾ പോലും കൊള്ളാതെ. ഒരു മിനിറ്റ്, ഈ ഇവര് ഹോളണ്ടാണ്, മറ്റുള്ള പോട്ടെ. ഇതുവരെ ഒരു കപ്പ് ലൈഫില് ചരിത്രം അറിയാൻ വരെ കപ്പടിച്ചിട്ടില്ല. പണ്ടെങ്കിൽ ഒരു യൂറോ കപ്പ് ഉണ്ടെന്ന് പറഞ്ഞേക്കണം, ഉണ്ടോന്ന് സംശയമാണ്. തപ്പി നോക്കണം. വേൾഡ് കപ്പിൽ ഇതുവരെ ഒരു ഇത് ഉണ്ടായിട്ടില്ല. ആ സംഘടന പോലെ ബ്രാൻഡായി മാറിയത് നമുക്കറിയില്ല. ഗോൾ അടിക്കാൻ മാത്രമല്ല, ഗോൾ അടിപ്പിക്കാതിരിക്കാൻ ഡിഫൻസ് അർജന്റീനക്ക് ഉണ്ട്. പണ്ടില്ലാതെ പോയത് അതാണ്. ഡിഫൻസ് ഞങ്ങൾ സ്ട്രോങ് ആണ്. ഞങ്ങൾക്ക് 100% ഞങ്ങൾ ഗോൾ കൊള്ളില്ല, ജയിക്കും എന്നുള്ള ഉറപ്പാണ്. അതും കഴിഞ്ഞപ്പോ അഥവാ സമനില പാലിച്ചാൽ ഷൂട്ടൗട്ടിലേക്ക് അവിടെ ഞങ്ങൾക്ക് പ്രതീക്ഷയാണ്. ഗോളി ഡിഫൻസ് ആണ് ഇന്ന് ഞങ്ങളെ രക്ഷിച്ചിട്ടുള്ളത്. അത് ഞങ്ങൾ എവിടെയും പറയും. വളരെ സന്തോഷം. എന്താണ് ഞങ്ങൾ ആദ്യം ഉദ്ദേശിച്ചത് അതുപോലെ ടീം റെഡി. ആദ്യഘട്ടത്തിൽ ഒരു ചെറിയ പരിങ്ങലുണ്ടായിരുന്നു. നല്ല ഇത് ഉറുഗ്വേ ആയിരുന്നുവെങ്കിൽ കളി നല്ലൊരു ഭംഗിയുള്ള കളി കാണായിരുന്നു നമുക്ക്. കൊളംബിയ നമുക്കറിയാലോ, കഴിഞ്ഞ വേൾഡ് കപ്പില്, അതിന് മുമ്പത്തെ വേൾഡ് കപ്പിൽ നമുക്ക് നെയ്മറിനെ കട്ടിമറിച്ചതാ. അതുകൊണ്ട് തന്നെ മെസ്സിന്റെ പരിക്കങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേ പരിക്ക് വെച്ച് 2016 യൂറോ കപ്പിൽ ഫൈനലിൽ റൊണാൾഡോക്ക് പരിക്ക് പറ്റിയപ്പോൾ ഒരു നൊണ്ടിക്കാലി കൊണ്ടാണ് അദ്ദേഹം ഗ്രൗണ്ടിലേക്ക്. അതേ ഒരു ആരവത്തിലാണ് ഇന്ന് ലയണൽ മെസ്സി എക്സ്ട്രാ ടൈമിൽ കളിക്കാർക്ക് ലയണൽ മെസ്സി കളിക്കാർക്ക് ഓരോരോ വികാരമാണ്. അതുപോലെ തന്നെ ഞങ്ങൾ അർജന്റീന ഫാൻസുള്ള വികാരമാണ്. അതെ, മെസ്സി ഉണ്ടായ ടീമിൽ ഒരു സപ്പോർട്ടിങ്ങൾ എപ്പോഴും ഒരു ബാക്ക് ബോൺ ആയിട്ട് മെസ്സി ഉണ്ട്. കളിക്കളത്തിൽ ഫുൾ ടൈം കളിക്കും. മെസ്സിന്റെ ഒരു നീയൽ പോലും, ഒരു ജേഴ്സി വരെ ഒരു ആങ്ങിങ്ങി തൂക്കിയിട്ടാൽ പോലും അത്രയും കോൺഫിഡൻസ് ടീം കളിക്കാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെ. അതായത് ആദ്യ നിമിഷം, അതായത് കളി തുടങ്ങാൻ തന്നെ വൈകി, അങ്ങനെ കുറേ സംഭവങ്ങൾ. അതിനുശേഷം മെസ്സിക്ക് പരിക്ക് പറ്റുന്നു, പിന്നീട് ഗോളടിക്കുന്നു. അവസാന നിമിഷം ഇത്തരത്തിൽ കളി ഒരു നാടകീയതകളൊക്കെ നിറഞ്ഞുകൊണ്ട് ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് ഈ ആരാധകരെ, അതായത് അർജന്റീന ആരാധകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഇതിപ്പോൾ. നമുക്കറിയാവുന്നതുപോലെ മലപ്പുറം കോണോമ്പാറയിലാണ്. ഇവിടെ ഇപ്പോൾ ആരാധകർ പടക്കം പൊട്ടിച്ചും അവരുടെ വിജയം ആഘോഷിക്കുകയാണ്. അവസാന നിമിഷം വരെ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് കളി കണ്ടതിൻ്റെ ആ ഒരു ആഘോഷമാണ് ഇപ്പോൾ
മഴയുണ്ടെങ്കിൽ പോലും ആ മഴയെല്ലാം അവഗണിച്ചുകൊണ്ട് അവരുടെ ആവേശം ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ്. എന്നാൽ കളി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. ഏത് ടീമിൻ്റെ ആളാണ്? ഏത് ടീമിൻ്റെ ആളാണ്? ഞാൻ പോർച്ചുഗലിന്റെ ആളാണ്. ഇന്നത്തെ കളി എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, നല്ല കളിയായിരുന്നു. നല്ല കളിയായിരുന്നു അല്ലേ? ഏതായാലും ആരാധകരെല്ലാം തന്നെ വളരെ വലിയ ആവേശത്തിലാണ്. രാവിലെ 5 മണിക്ക് മുമ്പ് തന്നെ കളി കാണാൻ വന്നവരായിരുന്നു. കളി കണ്ടോ? ഏത് ടീമിൻ്റെ ആളാ? അർജന്റീനയിലെ. അർജന്റീനയിൽ ഇഷ്ടപ്പെട്ട കളിക്കാരനാരാ? മെസ്സിയാണോ? മെസ്സിനെ ഇഷ്ടമാണോ? കളി കണ്ടോ? എന്നിട്ട് ഫുട്ബോൾ ഇഷ്ടമാണോ? തീർച്ചയായിട്ടും കണ്ടോ? ഏതാ ടീം? അർജന്റീന. മെസ്സിന്റെ ആരാധിക ഇത്തരത്തിൽ കുട്ടികളൊക്കെ ഉണ്ട്. കളി കണ്ടോ? ഏത് കളിക്കാരനെ ഇഷ്ടം? അർജന്റീനന്റെ ഏത് കളിക്കാരനെ ഇഷ്ടം? മെസ്സിന്റെ ആളാ? തീർച്ചയായിട്ടും. അപ്പൊ അത്തരത്തിൽ കുട്ടികളടക്കമുള്ളവർ, നമുക്കറിയാവുന്ന പോലെ മലപ്പുറം എന്ന് പറയുന്നത് ഫുട്ബോളിനെ ആവേശത്തോടെ നെഞ്ചേറ്റുന്ന ആളുകളാണ്. അവരുടെ രക്തത്തിൽ അലിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ വളരെ വലിയ ആവേശത്തോടെയാണ് ഈ മത്സരത്തെ അവർ കണ്ടത്. ഏതായാലും അർജന്റീനയുടെ വിജയം വലിയ ആഘോഷമാക്കി മാറ്റുകയാണ് മലപ്പുറത്തെ അർജന്റീന ആരാധകർ. മലപ്പുറത്ത് നിന്ന് ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ജംഷീർ കൊടുത്തു.